everyone, this is me, Casac Benjali. ഒരിക്കൽ കൂടി പുതിയ വീഡിയോ വ്ലോഗിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിപ്പീറ്റബിൾ ആയിട്ടുള്ള ബിസിനസ് മോഡലിന് ആപ്റ്റ് ആയിട്ട് ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് PPT. PPT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ പോയിന്റ് പ്രസന്റേഷൻ എന്നല്ല ഇവിടെ അർത്ഥം. പീപ്പിൾ, പ്രോസസ് ആൻഡ് ടെക്നോളജി. നിങ്ങളൊരു ട്രേഡിംഗ് ബിസിനസ്സിലാണ്, നിങ്ങളൊരു നോർമൽ മാനുഫാക്ചറിങ് ബിസിനസ്സിലാണ്, നിങ്ങളൊരു വേറെ ഏതെങ്കിലും തരത്തിലുള്ള സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള റിപ്പീറ്റബിൾ ബിസിനസ് മോഡലിലാണെങ്കിൽ പലപ്പോഴും പല ഓൺട്രപ്രണേഴ്സിൻ്റെയും സമയം ഏറ്റവും കൂടുതൽ സക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘടകമാണ് അവരുടെ സമയം മുഴുവനും റിപ്പീറ്റബിൾ ആയിട്ടുള്ള ജോലിയിൽ തന്നെ സമയം ചെലവഴിക്കേണ്ടി വരിക. ഡെയിലി ഡീൽ ചെയ്യുന്ന കസ്റ്റമറുടെ പ്രോബ്ലമായിട്ടും അതുപോലെ തന്നെ ലോജിസ്റ്റിക് ചെയിനിലുള്ള പ്രോബ്ലമായിട്ടൊക്കെ നിരന്തരമായിട്ട് പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുക. ഇതുകൊണ്ട് നല്ലൊരു ഫാമിലി ലൈഫ് കിട്ടുന്നില്ല, ഒരു വെക്കേഷൻ എടുക്കാൻ പറ്റുന്നില്ല, പലതരത്തിലുള്ള പ്രോബ്ലംസ്, പ്രശ്നങ്ങളും ബിസിനസ് ലൈഫിൽ നേരിടേണ്ടി വരിക എന്ന് പറയുന്നത് എല്ലാ ഓൺട്രപ്രണേഴ്സും പങ്കുവെക്കുന്ന, പ്രത്യേകിച്ചും റിപ്പീറ്റബിൾ ബിസിനസ് മോഡലുള്ള ഓൺട്രപ്രണേഴ്സ് പങ്കുവെക്കുന്ന വലിയൊരു പ്രോബ്ലം. ഇതിനെങ്ങനെ പരിഹരിക്കാം? അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ടെക്നിക്കാണ് PPT. ഇവിടെ PPT എന്ന് പറയുന്നത് പീപ്പിൾ. ദ ഫസ്റ്റ് P ഫോർ പീപ്പിൾ. ഈ പീപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടും ഏറ്റവും അപകടം ഉണ്ടാക്കാൻ കഴിയുന്നതുമായിട്ടുള്ള ഒരു റിസോഴ്സാണ്. എന്നാൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള റിസോഴ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പീപ്പിളാണ്. നിങ്ങളുടെ ഓർഗനൈസേഷനകത്ത്, നിങ്ങളുടെ ബിസിനസ്സിനകത്ത് ഏറ്റവും നന്നായിട്ട് ശരിയാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിനെ ഏറ്റവും ഉയരത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നതും പീപ്പിളാണ്. എന്നാൽ താഴ്ചയിലേക്ക് അതിനെ കൂപ്പുകുത്തി കൊണ്ടുപോകാൻ സഹായിക്കുന്നതും അവിടെയുള്ള സ്റ്റാഫ് അല്ലെങ്കിൽ മാൻ പവർ തന്നെയാണ്. സോ ഈ രീതിയിൽ നമുക്ക് എങ്ങനെ ഇതിനെ മാനേജ് ചെയ്യും? ഇവിടെ തന്നെ മാൻ പവറിൽ, നിങ്ങളുടെ റിസോഴ്സിൽ, ഹ്യൂമൻ റിസോഴ്സിൽ രണ്ട് ടൈപ്പാണ് മിക്കപ്പോഴും ഉള്ളത്. ഒന്ന് സ്കിൽഡ് ആയിട്ടുള്ള ലേബറും ഉണ്ടാവും, സ്കിൽഡ് ആയിട്ടുള്ള റിസോഴ്സും ഉണ്ടാകും, അതുപോലെ തന്നെ നോൺ സ്കിൽഡ് ആയിട്ടുള്ള ലേബറും ഉണ്ടാവും അല്ലെങ്കിൽ റിസോഴ്സ് ഉണ്ടാവും. പക്ഷേ ഇത് രണ്ടാണെങ്കിലും ശരി, ഈ ഏതൊരു ഹ്യൂമൻ ആണെങ്കിലും ഗ്രാജുവൽ ആയിട്ട് നിങ്ങൾ പതുക്കെ അതിനെ മോൾഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഫ്ലെക്സിബിലിറ്റി ഹ്യൂമൻ റിസോഴ്സിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷേ അവിടെ ഒരു ലീഡർഷിപ്പ് കാഴ്ചപ്പാട് വേണം. അവരുടെയും കൂടെ ലൈഫിൻ്റെയും അതുപോലെ തന്നെ പേഴ്സണൽ ലൈഫിൻ്റെയും അവരുടെ കരിയറിൻ്റെയും എല്ലാം ബെനിഫിറ്റിനാണെന്നുള്ളൊരു കൺവിൻസിങ് സ്ട്രാറ്റജിയോട് കൂടിയിട്ട് നിങ്ങളത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് ഒരു പ്രോസസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിസ്റ്റത്തിലേക്ക് അതിനെ കൊണ്ടുപോകുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ആദ്യം നിങ്ങൾ ഒരു സെയിൽസ് പ്രോസസ്സ് എങ്ങനെയാണ് നടക്കേണ്ടത് എന്നുള്ള ഒരു പ്രോസസ്സ് ഡെവലപ്പ് ചെയ്യാം. ഒരു പ്രൊഡക്ഷൻ എങ്ങനെയാണ് നടക്കേണ്ടത്, പ്രൊഡക്ഷൻ ലൈനിൽ ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഇൻവോൾവ് ചെയ്യേണ്ടത്, ഏതൊക്കെ പേഴ്സൺ ആണ് അതിൽ റെസ്പോൺസിബിൾ ആവേണ്ടത്, എവിടേക്കാണ് അതിന് ചെക്കിംഗ് പോയിന്റ് വരേണ്ടത്, ഏതൊക്കെയാണ് അതിൻ്റെ ഇൻപുട്ട് വരുന്നത്, എവിടേക്കാണ് ടെസ്റ്റിംഗ് പോയിന്റ് ഉള്ളത്, എവിടെയാണ് അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് സംഭവിക്കേണ്ടത്. ഒരു ഡെലിവറി പ്രോസസ്സ് ആണെങ്കിലും ഈവൺ ഒരു ട്രേഡിംഗ് ആണെങ്കിൽ പോലും അതിൽ വരുന്ന പ്രോസസ്സുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് അത് ഡിഫൈൻ ചെയ്ത് കൃത്യമായിട്ടുള്ള ഈസിലി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ സ്മൂത്ത് ആയിട്ടുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള SOPs ഡ്രാഫ്റ്റ് ചെയ്ത് ഡിഫൈൻ ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ട്രെയിൻ ചെയ്തെടുത്ത് നിങ്ങളുടെ ബിസിനസ്സിനെ ആദ്യം ചെയ്യേണ്ടത് ഒരു പ്രോസസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മോഡലിലേക്ക് നിങ്ങൾ മാറ്റുക എന്നുള്ളതാണ്. നമ്പർ 1, implement a process in your organization for every area of your business. രണ്ടാമത്തത്, ടെക്നോളജി കൊണ്ടുവരാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം ടെക്നോളജിയുമായിട്ട് ഈ പ്രോസസ്സിനെ ഇൻകോപ്പറേറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു സെയിൽസ് പ്രോസസ്സ് ഉണ്ട്, 10-25ഓളം സെയിൽസ് എക്സിക്യൂട്ടീവ്സ് മാർക്കറ്റിൽ ഡെയിലി പോകുന്നുണ്ട്, അവർ ഒരുപാട് കസ്റ്റമേഴ്സിനെ കാണുന്നു, കറക്റ്റായിട്ട് ഫോളോ അപ്പ് നടക്കുന്നുണ്ടോയെന്ന് നിങ്ങൾക്ക് അറിയുന്നില്ല, എല്ലാവരുമായിട്ടും റിപ്പോർട്ട് എടുക്കുന്നില്ല, പക്ഷേ എന്നാൽ പോലും കറക്റ്റായിട്ട് ഫോളോ അപ്പിൻ്റെ കറക്റ്റ് മോണിറ്ററിങ് നടക്കുന്നില്ല, എത്ര കസ്റ്റമേഴ്സ് വില്ലിംഗ് ടു പേ ഉണ്ട്, വില്ലിംഗ് ടു ബൈ ഉണ്ട്, കറക്റ്റായിട്ട് നമുക്കതിനെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രൊഡക്ടിവിറ്റി സെയിൽസ് എക്സിക്യൂട്ടീവ് നിങ്ങൾക്ക് വളരെ കുറവായിട്ടാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യുകയും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സെയിൽസിന് വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ, അതല്ലെങ്കിൽ ഒരു ട്രാക്കിംഗ് സിസ്റ്റം, ഒരു CRMോ കസ്റ്റമർ മാനേജ്മെൻറ്റ് സിസ്റ്റമോ മറ്റോ നിങ്ങൾക്ക് നല്ല ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറുമായി സംസാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം എന്നത്തേക്കുമായിട്ട് പരിഹരിക്കാൻ പറ്റും. കറക്റ്റ് ഡാറ്റ മോണിറ്റർ ചെയ്യാൻ പറ്റും, കറക്റ്റ് ഡാറ്റ എൻ്റർ ചെയ്യും, ഏതൊക്കെ കസ്റ്റമറാണ് എവിടെയൊക്കെ ഉള്ളത്, എന്നാണ് നെക്സ്റ്റ് മീറ്റിംഗ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഡാഷ്ബോർഡിൽ അത് വളരെ ഈസി ആയിട്ട് വിസിബിൾ ആകും. അതുപോലെ തന്നെ എവിടെയൊക്കെയാണ് പേയ്മെൻറ്റ് റെഡി ആയിട്ടിരിക്കുന്നത്, എന്നാണ് അവരുടെ പേയ്മെൻറ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്, എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. റെഡും ഗ്രീനും ബ്ലാക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കളറിലേക്ക് അത് കൊണ്ടുവരത്തക്ക രീതിയിൽ നിങ്ങൾക്ക് ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരൊറ്റ
ഒരൊറ്റ സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് മുഴുവൻ ഡാറ്റയും ഈസി ആയിട്ട് കിട്ടും. കറക്റ്റ് ഓരോ എക്സിക്യൂട്ടീവിൻ്റെയും പ്രോഡക്ടിവിറ്റി നിങ്ങൾക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും, അത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, ഗ്യാപ്പുകൾ കണ്ടെത്തി ട്രെയിൻ ചെയ്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് വാട്ട് ഫസ്റ്റ് യു ഹാവ് ടു ഡു. പീപ്പിൾ ഫസ്റ്റ് യു ഹാവ് ടു ഡീൽ വിത്ത് പീപ്പിൾ ബൈ ഡെവലപ്പിംഗ് പ്രോസസ്. നെക്സ്റ്റ് പ്രോസസ്സാണ്. നമ്മൾ നേരത്തെ പീപ്പിളിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോസസ്സ് കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞു. ഇനി എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. പ്രോസസ്സിനകത്ത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങൾ ഒരു ബ്രോഡ് വ്യൂവിൽ നിങ്ങളുടെ ടോപ്പ് മാനേജ്മെൻറ്റുമായിട്ട് ഒന്ന് അനലൈസ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ ബിസിനസ്സിനകത്ത് ഏതൊക്കെ പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്, കസ്റ്റമർ സർവീസിൽ ഏതൊക്കെ പ്രോസസ്സ് നടക്കുന്നുണ്ട്, സെയിൽസിൽ ഏതൊക്കെ പ്രോസസ്സ് നടക്കുന്നുണ്ട്, ബൈയിങ്ങിൽ, പർച്ചേസിങ്ങിൽ, സോഴ്സിങ്ങിൽ ഏതൊക്കെ പ്രോസസ്സ് നടക്കുന്നുണ്ട്, ഇന്റർനാഷണൽ സോഴ്സിങ് ഏതൊക്കെയാണ് നടക്കുന്നത്, കറക്റ്റായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സ് ഏതൊക്കെയാണുള്ളത്, റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എന്തൊക്കെയാണുള്ളത്, ട്രെയിനിങ് പ്രോസസ്സ് എന്തൊക്കെയാണുള്ളത്, ലോജിസ്റ്റിക് പ്രോസസ്സ് എന്തൊക്കെയാണുള്ളത്, ഡെലിവറി പ്രോസസ്സ് എന്തൊക്കെയാണുള്ളത്, കസ്റ്റമർ സർവീസ് എന്തൊക്കെയാണുള്ളത്, ആഫ്റ്റർ സെയിൽ സർവീസ് എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്, വാറണ്ടീസ് പ്രോസസ്സ് എങ്ങനെയാണ് ചെയ്യുന്നത്, നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി, സാലറി, ഇൻക്രിമെന്റ് തുടങ്ങിയ ബിസിനസ്സിൽ നടക്കുന്ന A to Z കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു പ്രോസസ് ലൈനിലേക്ക് ഡിഫൈൻ ചെയ്യുക. അതിനെ ഈസി ആയിട്ട്, ആക്യുറേറ്റ് ആയിട്ടുള്ള, കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ് സിസ്റ്റം ആക്കിയിട്ട് അതിന് ഡെവലപ്പ് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, കൃത്യമായിട്ട് ട്രെയിൻ ചെയ്യുക, മോണിറ്റർ ചെയ്യുക, ഓഡിറ്റ് ചെയ്യുക. Then you can solve that problem. And the final one, technology. ഇവിടെ നമ്മൾ പീപ്പിളിനെ റെഡിയാക്കി പ്രോസസ്സ് ഡിഫൈൻ ചെയ്തു. ഈ പ്രോസസ്സ് ഡിഫൈൻ ചെയ്യുന്നതോടുകൂടി തന്നെ നമുക്ക് മനസ്സിലാകും ഒത്തിരി ഏരിയാസ്, ഒത്തിരി പ്രോസസ്സ് ടെക്നോളജിയെ നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ സി ആർ എം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ പുറകെ പോകുക, റിപ്പോർട്ട് ചോദിക്കുക, അവരെ വാങ്ങിക്കുക, അവരുമായിട്ട് 10-20 മിനിറ്റ് ഓരോരുത്തരുമായിട്ട് മീറ്റിംഗ് നടക്കുക തുടങ്ങിയതെല്ലാം നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. പ്രൊഡക്ഷനാണ് നിങ്ങളുടെ വിഷയമെങ്കിൽ പ്രൊഡക്ഷനിൽ കൃത്യമായിട്ട് ടെക്നോളജി അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മാനുവൽ പ്രൊഡക്ഷൻ പാറ്റേൺസ് എല്ലാം ഒരു 95% നിങ്ങൾക്ക് ഓട്ടോമേറ്റ് ചെയ്ത് ടെക്നോളജി അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്റ്റ് അതിനെ സിസ്റ്റമൈസ് ചെയ്തിട്ട് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സാധിക്കുമെന്നുള്ളതാണ്. ഡെലിവറി ട്രാക്കിംഗ് ആണെങ്കിലും, കസ്റ്റമർ റെസ്പോൺസ് ആണെങ്കിലും, എവിടെയൊക്കെ അക്കൗണ്ട്സ് ആണെങ്കിലും, സ്റ്റാഫ് പെർഫോമൻസ് ആണെങ്കിലും, ടെക്നോളജിയുമായിട്ട് നിങ്ങൾക്ക് ക്ലബ്ബ് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ സ്ഥലവും ടെക്നോളജി നിങ്ങൾ കൊണ്ടുവരിക. നിങ്ങളുടെ ബജറ്റ് അതിനുവേണ്ടി മാറ്റിവെക്കുക ഇഫ് ഇറ്റ് ഈസ് അവൈലബിൾ. ആദ്യത്തെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ പോലും ടെക്നോളജിയുമായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിനകത്ത് നിങ്ങൾ ഫ്രീ ആകുകയും നിങ്ങളുടെ ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള സമയം കൂടുതൽ സ്കെയിലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുതിയ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാനും സാധിക്കുമെന്നുള്ളതാണ്. സോ ദിസ് ഇസ് ദ ബെസ്റ്റ് സ്ട്രാറ്റജി ടു റൺ ആൻഡ് ഗ്രോ യുവർ ബിസിനസ്. PPT strategy for helping your business to grow. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്കിടയിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ബിസിനസ്സിനെയും നിങ്ങളുടെ ലൈഫിനെയും ഒക്കെ നെക്സ്റ്റ് ലെവലിലേക്ക് ഗ്രോ ചെയ്യാനും ട്രാൻസ്ഫോം ചെയ്യാനും ബിസിനസ്സിനെ ഗ്രോ ചെയ്യാനൊക്കെ പലതരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ബിസിനസ് ട്രെയിനിങ്ങിനെ കുറിച്ചും പേഴ്സണൽ ട്രെയിനിങ്ങിനെ കുറിച്ചും ലോ ഓഫ് അട്രാക്ഷൻ ട്രെയിനിങ്ങിനെ കുറിച്ച്, വെൽത്ത് മാനേജ്മെൻറ്റ് ആൻഡ് വെൽത്ത് മാസ്റ്ററി ട്രെയിനിങ്ങിനെ കുറിച്ച്, പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനിങ്ങിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്സ് അതിനെല്ലാം നിങ്ങൾക്ക് സപ്പോർട്ട് തരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.